നമസ്കാരം. കൊച്ചി തീരത്തിന് സമീപം MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ഷിപ്പിംഗ് കമ്പനിക്കെതിരെ കേസെടുത്ത് പോലീസ്. കൊച്ചിയിലെ കോസ്റ്റൽ പോലീസാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഷിപ്പിംഗ് കമ്പനിയാണ് കേസിലെ ഒന്നാം പ്രതി. രണ്ടാം പ്രതി ഷിപ്പിലെ മാസ്റ്ററാണ്. കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കാത്തത് വൻതോതിലുള്ള വിവാദമാണ് ഉയർത്തിയിരുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. നേരത്തെ സർക്കാർ ഈ കമ്പനിക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി സമർപ്പിച്ച ശുപാർശയൊക്കെ തന്നെ വലിയ തോതിലുള്ള വിവാദം ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല, കപ്പൽ കമ്പനിയിൽ നിന്ന് പരമാവധി നഷ്ടപരിഹാരം ഈടാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ കപ്പലിൻ്റെ ഉടമകളായ MSC ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞം തുറമുഖവുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് എന്നും അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ പിണക്കേണ്ടതില്ല എന്ന ഒരു നിലപാടൊക്കെയായിരുന്നു സർക്കാർ നേരത്തെ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഒരുപക്ഷെ അതിശക്തമായ തോതിലുള്ള പ്രതിഷേധം കൂടി ഉയർന്ന സാഹചര്യത്തിലായിരിക്കാം ഇപ്പോൾ കേരള സർക്കാർ പോലീസിനോട്, ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസിനോട് ഈ ഷിപ്പിംഗ് കമ്പനിക്കെതിരെയും അതുപോലെ കപ്പലിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എല്ലാം തന്നെ കേസെടുക്കാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. MSC എൽസ 3 എന്ന കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് വലിയ തോതിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ കേരള തീരത്തുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല, ഈ കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ കേരളത്തിലെ വിവിധ ജില്ലകളിലെ തീരത്ത് അടിഞ്ഞതും വലിയ തോതിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മത്സ്യബന്ധന മേഖലയ്ക്ക് തന്നെ വലിയ തോതിലുള്ള തിരിച്ചടിയായിരുന്നു ഈ ഒരു കപ്പൽ അപകടം സൃഷ്ടിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ മറ്റൊരു കപ്പൽ കേരള തീരത്ത്, അതായത് ബേപ്പൂരിന് സമീപം തീപിടിച്ചത്. കേരളത്തിൽ കഴിഞ്ഞ ഈ രണ്ടാഴ്ചക്കിലുണ്ടായ രണ്ട് വലിയ കപ്പൽ അപകടങ്ങൾ വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തും എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും ഈ കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.